പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ തുടങ്ങി അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കാലിഗ്രഫിയെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് നല്ല അഭിപ്രായങ്ങളാണ് ആ വീഡിയോക്ക് ലഭിച്ചത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാലിഗ്രഫി എഴുതാൻ ഉപയോഗിക്കുന്ന മുള കൊണ്ടുള്ള പേന, അതായത് കൊലം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നതാണ്. അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തു വെക്കുക. സാധാരണയായിട്ട് മുള കൊണ്ടുള്ള പേന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മുള തന്നെ വേണം. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഇവിടെ കൂടുതൽ ഉറപ്പ് ഇല്ലാത്ത ഒരു മുളയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കുള്ളത് കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ നല്ല ഉറപ്പുള്ള മുളയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാലം യൂസ് ചെയ്യാം. പിന്നെ എഴുതുന്നിടയിൽ അത് ചതഞ്ഞ് പൊട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല മുള തന്നെ നോക്കി, നല്ല ഉറപ്പുള്ള മുള തന്നെ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് കരുതിയ പോലെ ഒന്നും കിട്ടില്ല. പിന്നെ മുള കൊണ്ട് എഴുതുമ്പോൾ ആദ്യത്തിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എഴുത്ത് നന്നാവാത്ത കോലത്തിലൊക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുക. പക്ഷെ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടെക്നിക്ക് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുള കൊണ്ടും അതുപോലെ തന്നെ തൂവൽ കൊണ്ടൊക്കെ ഉള്ള പേനകൾ ഒരുപാട് ലഭ്യമായിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ രചിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇതുപോലെയുള്ള ചെറിയ മുനയുള്ള ബാംബു പെന്നുകളാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തൂവൽ മഷിയിൽ മുക്കിയിട്ടൊക്കെ എഴുതിയിരുന്നു. നമ്മുടെ ഈ ബാംബു പെന്നും മഷിയിൽ മുക്കിയിട്ടാണ് എഴുതാറ്. ഇത് കൂടുതൽ ലെങ്ത്തൊന്നും കിട്ടൂലെങ്കിലും പക്ഷെ നല്ല എഴുത്തായിരിക്കും ഉണ്ടാവുക. കാര്യമായിട്ട് കാലിഗ്രഫി എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് കാലിഗ്രഫി പേനയും അതുപോലെ മാർക്കേഴ്സൊക്കെ കൂടുതലായിട്ട് ലഭ്യമായിരുന്ന കാലമാണ്. അതിന് മുൻപ് ഉപയോഗിച്ചിരുന്ന ഇതാണ് ബാംബു പെന്നുകൾ. എന്നാലും ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമുക്ക് ബാംബു പെന്നുകളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കഴിയും.